നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിലേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഞാനിപ്പോൾ 2 വലിയ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിലുള്ള ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിനാവുന്നത് വരെ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ കട്ടി കൂടി പോവരുത്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കുക. ഞാനിപ്പോൾ അത് ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ശർക്കരപ്പാനി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു വാഴ ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക. എന്നിട്ട് കുറച്ച് ഫില്ലിങ് കൂടി വെച്ച് കൊടുത്തിട്ട് വാഴയില മടക്കിയിട്ട് നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. പിന്നെ പഴമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.